അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സേവ്യാ സംഘത്തിൻ്റെ എല്ലാ ചുമതലക്കാരോടും സേവ്യാ സംഘ അംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീർന്ന കർത്താവേ, നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഏകാഗ്രതയുള്ള ഒരു ഹൃദയത്തെ നിങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കണമേ. ആമേൻ. ആദ്യമായി നമ്മളോടുകൂടെ ആയിരിക്കുന്ന ജോബിനച്ഛന്, അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അച്ഛന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നു കൊള്ളുന്നു. സഭയായി ഇന്ന് സേവികാ സംഘ ദിനമായി ആചരിക്കുന്ന ദിവസമാണല്ലോ. ഇന്നേ ദിവസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ അമ്മയുടെ മുഖമൊന്ന് വാടിയാൽ, അമ്മയുടെ മുഖമൊന്ന് മാറിയാൽ ആ ഒരു കുടുംബാന്തരീക്ഷം തന്നെ മാറുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമല്ലേ? ഒരു വീട്ടിൽ ഒരമ്മയുടെ സ്ഥാനം എപ്രകാരമാകുന്നുവോ അതുപോലെയാകുന്നു സഭയിലും ഇടവകയിലും സേവ്യാ സംഘാംഗങ്ങളുടെ സ്ഥാനം. ദൈവം ഒരു സ്ത്രീക്ക് വലിയ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാലും സഭാചരിത്രങ്ങൾ പരിശോധിച്ചാലും കാലാകാലങ്ങളിൽ ദൈവം അനേകം സ്ത്രീകളെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട്, കുടുംബങ്ങളുടെ നന്മയ്ക്കായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയം പ്രത്യേകിച്ച് പെരുന്നാട് സെന്റ് തോമസ് മർത്തോമ ഇടവകയുടെ ആരംഭം മുതൽ ഈ സമയം വരെ സേവ്യാ സംഘത്തെ നയിച്ച എല്ലാ അമ്മമാർക്കായി സ്തോത്രം ചെയ്യുന്നു. 105 വർഷം പിന്നിടുന്ന മർത്തോമ സുവിശേഷ സേവ്യാ സംഘത്തിന്റെ ഈ വർഷത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ, വുമൺ വിറ്റ്നസസ് ഓഫ് ദ ഗോസ്പൽ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ലേവ്യനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് വായിച്ചു കേട്ട പാഠഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ സേവ്യാ സംഘത്തിന്റെ ചിന്താവിഷയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 8-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ബോധപൂർവം യേശുവിനെ അനുഗമിച്ച ഒരു കൂട്ടം സ്ത്രീകളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നിർണായ പങ്ക് വഹിച്ചവരായിരുന്നു അവർ. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അശുദ്ധാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ വിട്ടുപിരിഞ്ഞു പോയവരായ സ്ത്രീകൾ. ഒരു കാലത്ത് പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിച്ചവരായിരുന്നില്ല. പിന്നീട് അവർ യേശുവിനെ അനുഗമിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഒരന്തസ്സും ഒരു തരത്തിലുള്ളവരെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൽപ്പിക്കാതിരുന്ന സാഹചര്യത്തിലും യേശു അവരുടെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു. വ്യത്യസ്ത ജീവിത ശ്രേണിയിലുള്ള സ്ത്രീകളെയാണ് യേശുവിന്റെ സുഹൃത്ത് സംഘത്തിൽ അംഗങ്ങളായി മാറിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് അവിടെ 7 ഭൂതങ്ങൾ ബാധിച്ചൊരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരാണത്? മഗ്ദലന മറിയം. അവളുടെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൾ ആദ്യം സ്വന്തം വീട്ടിലേക്കല്ല പോയത്, പിന്നെയോ യേശുവിനോടൊപ്പം യേശുവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. വളരെ ആത്മാർത്ഥമായി കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവിനെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് ഈ മഗ്ദലന മറിയം. വിശുദ്ധ സുവിശേഷ ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഈ മഗ്ദലന മറിയത്തെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. കർത്താവിന്റെ ക്രൂശ് വന്ന സമയത്തും കർത്താവിനെ അടക്കിയ സ്ഥലത്തുമൊക്കെ ഈ മഗ്ദലന മറിയത്തിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നു.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 55 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ അടക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന ഒരു മഗ്ദല മറിയത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോൾ വളരെ വിശ്വസ്തയോട് കൂടി നിന്ന ഒരു മഗ്ദല മറിയത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന്റെ സമയത്തും ഈ മറിയത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ മറിയമാണ് പോയി എല്ലാവരോടും പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടുവെന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവളുടെ തന്നെ ഒരു മാനസാന്തരമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളിലും ഇന്ന് ചില ഭൂതങ്ങൾ കടന്നുകൂടിയിട്ടില്ലേ? അധികാരം, പണം, ആഡംബരം, നുണ, ആഭരണഭ്രമം എന്നിങ്ങനെ നീണ്ടു പോകുകയല്ലേ? പരിവർത്തന ജീവിതത്തിൽ ഇവയൊക്കെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ? സുവിശേഷത്തിന്റെ ശക്തരായ സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി അവിടെ ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നാൻ. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലെ സ്ത്രീകളും യേശുവിനെ ശുശ്രൂഷിച്ച് അനുഗമിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശൂഷനെയാണ് വേറൊരു. ശൂഷനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പരിവർത്തനത്തിന്റെ സാക്ഷികളായി മാറുകയാണ്. If you educate a man, you educate a person only. But you educate a woman, you educate a nation. നിങ്ങളൊരു പുരുഷന് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അതൊരു വ്യക്തിക്ക് മാത്രം വിദ്യാഭ്യാസം നൽകുന്നു. പക്ഷേ നിങ്ങളൊരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അതൊരു രാജ്യത്തിന് തന്നെ വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ള പ്രസ്താവന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രഹസ്യം ആദ്യം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചവരുടെ കൂട്ടത്തിൽ ഈ മഗ്ദല മറിയത്തിന്റെയും യോഹന്നയുടെയും പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞവരെ കൂടാതെ വേറെയും അനേകം സ്ത്രീകൾ യേശുവിന്റെയും സംഘത്തിന്റെയും കൂടെ അനുഗമിച്ചിരുന്നു. നമുക്കറിയാം, ആ നാളുകളിൽ സ്ത്രീകൾക്ക് പരസ്യമായി വചനം സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ ചെയ്തത് തങ്ങളുടെ സമ്പത്തിന്റെ വീതം കൊടുത്ത് യേശുവിനെയും സംഘത്തെയും യാത്രക്കിടയിൽ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഈ മേൽപ്പറഞ്ഞ സ്ത്രീകൾ എല്ലാവരും തന്നെ യേശുവിനെ ഗലീലയിലും അവിടെ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈ 12 അപ്പോസ്തലന്മാരോടൊപ്പം അനുഗമിച്ചവരാണ്. അവർ ജെറുസലേമിൽ യേശുവിന്റെ കുരിശിലെ രംഗങ്ങളും സംഭവങ്ങളും ഒക്കെ നേരിൽ കണ്ടവരാണ്. യേശുവിനെ അടക്കിയ വിധവും യേശുവിനെ അടക്കിയ കല്ലറയും ഒക്കെ കണ്ടവരാണ്. യേശുവിന്റെ ശരീരത്തിൽ പൂശുവാനായിട്ട് സുഗന്ധവർഗ്ഗങ്ങളും ലേപനങ്ങളും ഒക്കെയായി ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ കല്ലറയിൽ പോയത് സ്ത്രീകൾ തന്നെ. യേശുവിന്റെ ഉയർപ്പിന്റെ അടിസ്ഥാന അടയാളമായ ശൂന്യമായ കല്ലറയിൽ ആദ്യം കണ്ടത് സ്ത്രീകൾ തന്നെ. യേശുക്രിസ്തുവിന്റെ പൂർത്തിയായ രക്ഷാ പദ്ധതിയിൽ സ്ത്രീയുടെ പങ്ക് സുവിശേഷത്തിൽ ഇന്ന് ഒരു സവിശേഷ കാഴ്ചയായി മാറിയിരിക്കുന്നു. സ്ത്രീയെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ ആദരിക്കുന്ന, സ്ത്രീയെ സംരക്ഷിക്കുന്ന, സ്ത്രീയെ ഒപ്പം നിർത്തുന്ന ഒരു സംസ്കാരം നമുക്ക് മുറുകെ പിടിക്കാം. യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ, യേശുവിനെ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സംസ്കാരം മുറുകെ പിടിക്കാം. ക്രിസ്തീയ സമൂഹത്തിലെ ആദ്യത്തെ വിശ്വാസികൾ സ്ത്രീകളാണ്. അവര് ആദ്യത്തെ വിശ്വാസികളായതുകൊണ്ട് തന്നെ യേശു അവർക്കൊരു വലിയ കമ്മീഷൻ കൊടുക്കുകയാണ്. പോയി എല്ലാവരോടും പറയുക about me. So the great commission. First missionaries of the Christianity and the first evangelists of the Christianity also are women. അപ്പം ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഈ ഒരു ദൗത്യം നമ്മുടെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒരമ്മയ്ക്ക് ഒരു കുടുംബത്തിൽ ഒരു മുഖ്യ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കണം. മക്കളെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവരെ ദൈവാശ്രയമുള്ളവരെ വളർത്തുവാനും ഒരമ്മയ്ക്ക് സാധിക്കണം. ഈ സമയത്ത് മാധവിക്കുട്ടി അമ്മയുടെ മിഡിൽ ഏജ് എന്നൊരു ഇംഗ്ലീഷ് പോയമുണ്ട്. അതിൽ ഒരമ്മ എപ്പോഴാണ് മധ്യവയസ്കയാകുക എന്ന് പറയുന്നുണ്ട്. ഒരമ്മ മധ്യവയസ്സിൽ എത്തിച്ചേരുന്നത് ശരീരത്തിൽ ചുളിവുകൾ വീഴുമ്പോഴല്ല, അവരെ മക്കൾ അവരോട് കയർത്ത് സംസാരിക്കുമ്പോഴാണ്, എല്ലാറ്റിനും അവരോട് ദേഷ്യപ്പെടുമ്പോഴാണ്, സ്വന്തം കുഞ്ഞുങ്ങൾ
അമ്മ മധ്യവയസ്സിൽ എത്തിച്ചേരുന്നു എന്നാണ് കവി അവിടെ പറയുന്നത്. എന്നാൽ കുട്ടിക്കാലത്ത് കുഞ്ഞ് ആഗ്രഹിച്ചതിലും അധികമായി ഈ സമയത്ത് മക്കളോടൊപ്പം സമയം ചിലവഴിക്കുവാൻ, മക്കളോടൊപ്പം സ്നേഹം പങ്കിടുവാൻ ഒക്കെ ഈ അമ്മ ആഗ്രഹിക്കുന്നു എന്ന് കൂടി കമലാദാസ് അവിടെ പറഞ്ഞു വെക്കുന്നു. സ്നേഹബന്ധങ്ങൾ അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധം മാതാപിതാക്കൾക്ക് കുടുംബത്തിലുണ്ടാകണം. അത് നമുക്ക് എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? കുടുംബ പ്രാർത്ഥനയിൽ കൂടിയാണ്. നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാക്കുക, കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക എന്നുള്ളത്. ഇന്ന് നമ്മെ എല്ലാം നിലനിർത്തുന്നത് നമ്മുടെ പൂർവികരുടെ പ്രാർത്ഥനകളല്ലേ? എല്ലാ ട്യൂഷനുകളും കഴിഞ്ഞ്, എല്ലാ സീരിയലുകളും കഴിഞ്ഞ്, എല്ലാ ചാനലിലെയും ന്യൂസുകളും കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാമെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഒരു കൃത്യസമയം ഉണ്ടായിരിക്കണം. കാരണം ഇസ്രായേൽ പരിപാലകൻ മയങ്ങുന്നില്ല, ഇസ്രായേൽ പരിപാലകൻ ഉറങ്ങുന്നതുമില്ല. അവനെപ്പോഴും ഉണർന്നിരുന്ന എന്നെയും എൻ്റെ തലമുറയെ ഉള്ളം കൈ വഹിക്കുന്ന ദൈവമാണ്. നീ വെള്ളത്തിൽ കൂടി കടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിൽ കൂടി കടന്നാലും അത് നിന്നെ വെന്തുപോകുകയില്ലെന്ന് വാഗ്ദത്തം തന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മുൻപിൽ കണ്ണുനീരോടുകൂടി മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള മക്കൾ ആരും തന്നെ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിട്ടില്ല, അങ്ങനെയുള്ളവരുടെ തലമുറയും നശിച്ചു പോയിട്ടില്ല. അഥവാ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും പൂർണ്ണ ശക്തിയോടുകൂടി ആ മുടിയനായ പുത്രനെ പോലെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടുമുണ്ട്. അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പന്മാരുടെ കണ്ണുനീർ വീണ് കുതിർന്ന ഒരു പായകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം കരുതുവാനും സാധിക്കുകയുള്ളൂ. കാരണം കുടുംബത്തിൽ ഒരു ക്ഷതം സംഭവിക്കുമ്പോഴാണ് അതിൽ നിന്ന് വരുന്ന വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് പുതുതലമുറ, അവർക്കൊരു മെന്റൽ ഒരു വൈകൃതം ഉണ്ടാകുകയും ആ വൈകൃതം അത് പിന്നീട് സമൂഹത്തിലേക്ക് വ്യാപിക്കുകയും അവരെ പലവിധമായ പ്രയാസങ്ങളിലേക്ക് അതുകൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇവിടെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ തന്നെയല്ലേ ഒരു ഫാമിലിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. ഓരോ കുടുംബവും സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വപ്നമാണ്. മിനിയേച്ചർ ഹോം ഓഫ് ഹെവൻ എന്നാണ് കുടുംബത്തെ പറ്റി പറയുന്നത്. അടുത്തതായി ഒരു കൂട്ടമായ ആരാധനയുടെ അനുഭവം. കോവിഡ് ടൈം ആയിരുന്നപ്പോൾ നമുക്കൊക്കെ അറിയാം, ഓൺലൈൻ ആരാധനയൊക്കെ വളരെ സൗകര്യമായിരുന്നു. ഫോൺ ഓണാക്കി വെച്ച് അടുക്കളയിൽ വെക്കാം, പാത്രം കഴുകാം, പത്രം വായിക്കാം, മുൻവശത്തെ സ്റ്റെപ്പിലിരുന്ന് വരെയും നമുക്ക് ആരാധന കാണുവാൻ സാധിക്കുമായിരുന്നു, അല്ലേ? പ്രിയമുള്ളവരെ, ഒന്ന് ചോദിച്ചോളട്ടെ, 2 വർഷം വീട്ടിലിരുന്ന് ആരാധിച്ചിട്ട് ദൈവത്തിന്റെ ഭവനമാക്കുവാൻ, ദേവാലയമാക്കുവാൻ നമുക്ക് സാധിച്ചുവോ? ഇരുന്നും കിടന്നും കണ്ടതല്ലാതെ എന്തെങ്കിലും മാറ്റമുണ്ടായോ? പോരാ, മടങ്ങി വരുവീൻ. എന്താ കാര്യം? ലൂക്കോസ് 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, അല്ല അല്ല, മാനസാന്തരപ്പെടാനായി നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്നത്. വചനത്തിന്റെ ആർത്തിരവി നമ്മളോട് പറയുകയാണ്, അല്ല അല്ല, മാനസാന്തരപ്പെടാനായി നമ്മളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്താൽ മാത്രമേ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. 2 വർഷം ദൈവം അനുവാദം തന്നു ഭവനത്തെ ദേവാലയമാക്കുവാൻ. സാധിച്ചില്ലല്ലോ, മടങ്ങി വരിക, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് മൂലമാണോ ഈ നാച്ചുറൽ കലാമിറ്റിയും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി കടന്നു വരുന്നത്? ഒരിക്കലുമല്ല. കൂടുതലായി പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇവയിൽ നിന്നെല്ലാം ഒന്ന് തമ്പുരാൻ നമ്മുടെ ആയുസ്സിനെ ഓരോ നിമിഷം ഇങ്ങനെ നീട്ടിത്തരുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓർക്കണം. അവൻ നമ്മെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് നിന്ന് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നഷ്ടമാകുന്ന ഒരു തലമുറയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസം ദൈവം നമുക്ക് തന്നിട്ട് 6 ദിവസവും എന്തിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയുടെ ദശാംശമാണ് 7-ാം ദിവസം. അന്നേ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് തുണി കഴുകാനും വിറകെടുക്കുവാനും ഒക്കെ ഉള്ള ദിവസമായിരിക്കാം. പക്ഷേ അല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കുന്നവരെ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണ്ണുനീരോടുകൂടി ദൈവത്തോട് പറയുന്നവരെ ദൈവം
നന്മകൾക്ക് നന്ദി പറയുന്നവരായി, സ്തോത്രം പറയുന്നവരായി, ഹല്ലേലൂയ പറയുന്നവരായി നമുക്ക് തീരണം. അത് നമ്മുടെ മക്കളുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി ഹാഗാറിനെ പോലെ ഒരു തികഞ്ഞ വിശ്വാസം നമ്മിൽ ഉണ്ടാകണം. ഒരു അടിമ പെൺകുട്ടിയായ ഹാഗാറും ദൈവവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ കഥയാണ്. ദൈവം അവളെ കണ്ടു. ജീവിത പോരാട്ടത്തിൽ അവളും ദൈവത്തെ കണ്ടു. അവളെ കാണുക വഴി ദൈവമാകട്ടെ മുറിവേൽക്കപ്പെട്ട അനേകരെ കാണുകയുണ്ടായി. ദൈവത്തെ കണ്ടപ്പോൾ അടിമ പെൺകുട്ടിയായ അവൾ ദൈവത്തിനൊരു പേരിട്ടു. ദൈവമേ, നീ കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ എൽ റോയി എന്ന് പേരിട്ടു. ദൈവത്തിന് പേരിട്ടതായ ഒരു അടിമ പെൺകുട്ടി. ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദിശാബോധം നഷ്ടപ്പെട്ട ലോകത്തിൽ മൂല്യബോധമുള്ളവരായി തീരണം. നമുക്ക് നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെല്ലാമാണ് അവർക്ക് കൊടുക്കുന്നത്? നല്ല ജീവിത സാഹചര്യങ്ങൾ കൊടുക്കുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയിക്കാതെ നമ്മൾ അവരെ ഇങ്ങനെ വളർത്തുകയാണ്. സമൃദ്ധിയുടെ നടുവിലല്ല മക്കളെ വളർത്തേണ്ടത്. ഇല്ലായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളർത്താൻ നമുക്ക് സാധിക്കണം. എന്തെല്ലാം കൊടുത്തിട്ടും ദൈവത്തെ കൊടുക്കുവാൻ നീ മറന്നുപോയോ? നിന്റെ ജീവിതം തികഞ്ഞ പരാജയമാണ്. ദൈവത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. രൂത്തിനെ പോലെ കെടുതികളും ദുരിതങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നതാണ് ജീവിതം. നവോമിയുടെ കുടുംബം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മോവാബിലേക്ക് പോയത്. പക്ഷേ തിരികെയുള്ള യാത്ര ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത യാത്രയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് തന്റെ ഭർത്താവും 2 മക്കളും നഷ്ടപ്പെട്ടതായ നവോമിയെ ചേർത്ത് പിടിക്കുന്നതായ ഒരു രൂത്ത്. എന്നാൽ സങ്കട പെരുമഴ നനയുമ്പോഴും മറ്റൊരാൾക്ക് അനുഗ്രഹമാകുന്ന ഒരു മഹാപ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത്. കെടുതിയിൽ കെട്ടുപോകാതെ പ്രകാശം പരത്തിയതായ ഒരു പെൺകുട്ടി. പിന്നീട് രൂത്തിന്റെ ജീവിതം കയ്പിന്റെ അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക്, മധുരത്തിന്റെ അവസ്ഥയിലേക്ക് എളിവനായ ദൈവം തമ്പുരാൻ കൊണ്ടെത്തിക്കുകയാണ്. രൂത്തിനെ പോലെ സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് വളരെയധികം നന്മകളും താലന്തുകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിനായി, ദൈവനാമത്തിന് ഹിതമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്ന് മാത്രം ചെയ്താൽ മതി. സർവശക്തനായ ദൈവത്തെ മുൻനിർത്തി നമ്മുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതം ഒരു യാത്രയാണ്. സുഖങ്ങളും ദുഃഖങ്ങളും സങ്കല്പങ്ങളും ഒക്കെയുള്ള ഒരു നീണ്ട യാത്രയാണ്. ഈ യാത്രയിൽ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് ധൈര്യത്തോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി, ദിശാബോധത്തോടുകൂടി, ഉറച്ച നിലപാടോടുകൂടി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.